നിലമ്പൂരിൽ പുതിയ MLA ആരെന്ന് നാളെ അറിയാം. നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടുകൾ എണ്ണും. ഇടത് വലത് മുന്നണികളും PV അൻവറും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് നിലമ്പൂരിൽ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നിലമ്പൂരിൽ നിന്ന് CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, നിമിഷങ്ങൾ എണ്ണിക്കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. വളരെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളാണ്. ആരായിരിക്കും നിലമ്പൂരിന്റെ MLA എന്നുള്ള ആകാംക്ഷ, സസ്പെൻസ് നിലനിൽക്കുകയാണ്. ഈ അവസാന നിമിഷം നിലമ്പൂരിലെ കാഴ്ചകൾ എങ്ങനെയാണ്, ചർച്ചകൾ എങ്ങനെയാണ്, കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ്, വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് എവിടെ വരെയായി? ക്ഷമിക്കണം, വോട്ടെണ്ണൽ. ആര്യ, കണക്കൂട്ടലാണ്. ഈ പോളിംഗ് ശതമാനത്തിൽ കുട്ടിയും കിഴിച്ചും ഒക്കെ എവിടെ കൂടുതൽ വോട്ട്, എവിടെ കുറഞ്ഞ വോട്ട് എന്നൊക്കെ കണക്കാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സാധാരണക്കാരും ഒക്കെ തന്നെ. നാളെ രാവിലെ ഈ സമയമാകുമ്പോഴേക്കും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാൻ തുടങ്ങും. 1 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ ഫലസൂചനകളൊക്കെ വന്നു തുടങ്ങും. 263 ബൂത്തുകളാണ് നിലമ്പൂരിൽ ആകെ ഉണ്ടായിരുന്നത്. 263 പോളിംഗ് സ്റ്റേഷനുകൾ. അതിൽ 14 ടേബിളുകളായിട്ട് ഒരു റൗണ്ടിൽ 14 ടേബിളുകളാണ്. അപ്പോൾ അങ്ങനെ 19 ടേബിളുകൾ, 19 റൗണ്ട് വേണ്ടി വരും ഇത് പൂർത്തീകരിക്കാൻ. ആദ്യം എണ്ണി തുടങ്ങുക വഴിക്കടവാണ്. വഴിക്കടവ് 46 ബൂത്തുകളാണ്. അപ്പോൾ 3 റൗണ്ടിന് മുകളിൽ വരും വഴിക്കടവ്. വഴിക്കടവ് എണ്ണിത്തീരുമ്പോൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ഏകദേശം ഒരു സൂചന ലഭിച്ചു തുടങ്ങും. അതിനുശേഷം എണ്ണുക കരുളായിയാണ്. കരുളായിക്ക് ശേഷം വരിക നേരെ എടക്കരയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഈ ആദ്യത്തെ ഒരു 4 റൗണ്ട് കരുളായി, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ഈ ഒരു 4 പഞ്ചായത്തുകളിൽ എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഏകദേശം ഫലം എവിടേക്കാണ് എന്ന് അറിയാൻ കഴിയും. UDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ ഈ ഒരു 4 പഞ്ചായത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാനാകും. കാരണം പിന്നീടാണ് ഈ LDF പ്രതീക്ഷ വയ്ക്കുന്ന പഞ്ചായത്ത്. പോത്തുകല്ല് മുതൽ പോത്തുകല്ല്, കരുളായി, അമരമ്പലം എന്നീ മേഖലകളാണ് LDF പ്രതീക്ഷ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 പഞ്ചായത്തുകളിൽ നിന്ന് ഒരു 10,000-ന് മുകളിൽ ലീഡ് ആദ്യം തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ UDFന് ആത്മവിശ്വാസം ഉണ്ടാകും. പിന്നെ LDF നേടുന്ന ലീഡിനെ മറികടക്കാൻ ഈ ലീഡ് കൊണ്ട് സാധിക്കുമെന്നുള്ളത്. അപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന ഒരാൾ PV അൻവർ തന്നെയാണ്. അൻവർ എവിടെ നിന്ന് ഏത് മുന്നണിയിൽ നിന്ന് ഏത് മേഖലയിൽ നിന്ന് എത്ര വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ LDFനോ UDFനോ ഒരു ധാരണയും കൃത്യമായിട്ടില്ല എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക. കാരണം അൻവർ ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ മേഖലകളിലൊന്ന് വഴിക്കടവാണ്, മറ്റൊന്ന് അമരമ്പലമാണ്, അതുപോലെ പോത്തുകല്ലാണ്, അതേപോലെ മൂത്തേടവുമുണ്ട്. അപ്പോൾ LDFൻ്റെയും UDFൻ്റെയും ശക്തമായ മേഖലകളിൽ അൻവറിൻ്റെ പ്രചരണം നന്നായി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇരു മുന്നണികൾക്കും ഒരുപോലെ ആശങ്ക നൽകുന്നുണ്ട്. ഏത് മുന്നണിയിൽ നിന്നാകും, ആരുടെ വോട്ട് പെട്ടിയിൽ നിന്നാകും അൻവർ കൂടുതൽ വോട്ട് നേടുക എന്നുള്ളത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനിശ്ചിതത്വവും നിലനിർത്തുന്നതും PV അൻവർ എത്ര വോട്ടുകൾ നേടും എന്നുള്ളത് തന്നെയാണ്. എന്നാണെങ്കിലും ഈ തരത്തിലാണ് അതിൻ്റെ ഒരു കൗണ്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ വരിക. ഏറ്റവും അവസാനത്തേക്കാണ് അമരമ്പലം ഉണ്ടാവുക. അതിനു മുമ്പ് കരുളായി, അതിനു മുമ്പ് നിലമ്പൂർ, പിന്നെ അതിനു മുമ്പ് ചുങ്കത്തറ. അങ്ങനെ ഒരു ഓർഡറിലാണ് ഈ ഒരു കൗണ്ടിങ്ങിൻ്റെ ക്രമീകരണങ്ങളുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് PV അൻവർ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തനിക്ക് ജയിക്കാനായില്ലെങ്കിൽ പിന്നീട് UDF ജയിച്ചോട്ടെ എന്ന തരത്തിലൊരു പരോക്ഷ പരാമർശം ഉണ്ടായത്. 2 പിണറായിമാരാണ് നിലമ്പൂർ മത്സരിക്കുന്നത്. ഒന്ന് തെളിഞ്ഞ പിണറായിയും ഒന്ന് ഒളിഞ്ഞ പിണറായിയും. തെളിഞ്ഞ പിണറായി LDFും ഒളിഞ്ഞ പിണറായി UDFുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ താൻ ജയിച്ചില്ലെങ്കിൽ ഒളിഞ്ഞ പിണറായി ജയിക്കട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് UDF ജയിക്കട്ടെ എന്ന് തന്നെയാണ് അൻവർ കണക്കാക്കുന്നത്. അതിൽ മറ്റൊരു സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ അൻവർ ആദ്യം UDFനെ ഈ സ്ഥാനാർത്ഥി പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം UDFനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ അൻവർ ലക്ഷ്യം വെച്ചിരുന്നത് UDFൻ്റെ കോട്ടകളിൽ വലിയ പ്രചരണം നടത്തുമെന്ന പ്രചാരണം നടത്തി LDFൻ്റെ വോട്ടുകളായിരുന്നു അൻവർ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ അൻവറിൻ്റെ കേന്ദ്രങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് കൃത്യമായിട്ട് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അൻവറിൻ്റെ ഭാഗത്തുനിന്നും പ്രചരണ രംഗത്ത് നടന്നിരുന്നു. അൻവർ LDF പ്രതീക്ഷിച്ചിരുന്ന അൻവർ UDFൻ്റെ ഭാഗത്തുനിന്ന് വോട്ടുകൾ കൂടുതൽ നേടാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്നുള്ളതാണ്. പക്ഷേ അൻവർ നടത്തിയത് LDFൻ്റെ കോട്ടകളിൽ തന്നെയാണ് വലിയ പ്രചരണം എന്ന തരത്തിലാണ് ഇപ്പോൾ അൻവറിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ട് LDFൻ്റെ വോട്ടുകൾ 40% താൻ നേടുമെന്ന് അൻവർ ഉറപ്പിച്ചു പറയുന്നതും ആ തരത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതായത്
അൻവർ നേടുന്നത് കൂടുതൽ LDFന്റെ വോട്ടുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDF വിജയിക്കുക തന്നെ ചെയ്യും. അൻവറിന്റെ അസ്തിത്വം അടയാളപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഒരു വോട്ട് നേടാൻ കഴിഞ്ഞാൽ 10,000-ന് മുകളിൽ 15,000-ന് മുകളിലൊക്കെ വോട്ട് നേടാൻ കഴിഞ്ഞാൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉണ്ടായാൽ അതിൻ്റെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് അൻവറിന് നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൻവറിന് അടുത്ത ഘട്ടത്തിൽ UDFിലേക്കുള്ള വഴികൾ വീണ്ടും സാധ്യതകൾ വീണ്ടും തുറക്കുമെന്നും അൻവർ കരുതുന്നുണ്ട്. അപ്പോൾ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് PV അൻവറിനെ സംബന്ധിച്ച്. ഇത്രത്തോളം അധിക്ഷേപങ്ങൾ നടത്തുകയും വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും അതിനുള്ളൊരു സാധ്യത, ഇനിയും ഒരു UDF പ്രവേശനം, അതിനുള്ളൊരു സാധ്യത മുന്നിൽ നിലനിൽക്കുന്നുണ്ടോ അൻവറിന്? അറിയാം, തീർച്ചയായിട്ടും അൻവറിനെ സംബന്ധിച്ച് UDF എന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. UDFന് അൻവറിനെ നമ്മളിപ്പോഴും നോക്കുമ്പോൾ UDFന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ അൻവറിനെ തള്ളി പറഞ്ഞിട്ടില്ല. അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അൻവറുമായുള്ള ചർച്ചകൾ അവസാനിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അൻവർ അവിടെ മികച്ച രീതിയിലൊരു വോട്ട് നേടി UDF സ്ഥാനാർത്ഥി നേടുന്നതിനേക്കാൾ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും UDFന് തോൽവിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അൻവറിന്റെ സാധ്യതകൾ കൂടും. അല്ല, UDF സ്ഥാനാർത്ഥി വിജയിക്കുകയാണ്, ആ വിജയിക്കുമ്പോൾ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ അൻവർ നേടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതും അൻവറിന് സഹായകമാവുന്ന ഒരു കാര്യമാകും. ഇവിടെ അൻവറിന്റെ വോട്ട് കുറഞ്ഞാൽ മാത്രമാണ് അൻവറിനെ സംബന്ധിച്ച് ഭാവി ഇരുളടഞ്ഞ പോലെ ഒരു സാഹചര്യം വരിക. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും വഴി തുറക്കുന്നത് തന്നെയാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അൻവറിനെ ഒരിക്കലും ഒറ്റപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലൊരു നിലപാട് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ലീഗ് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് മുമ്പിൽ ലീഗ് മറ്റു വിട്ടുവീഴ്ചകൾക്ക് വഴി തുറന്നു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൻവർ വിഷയം വീണ്ടും UDF ചർച്ച തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളന്ന് സണ്ണി ജോസഫിനോട് അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ ഘട്ടത്തിൽ ആ ചർച്ചകൾ കടഞ്ഞു എന്നുള്ളതാണ്. ആ ഘട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തുറക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് വേണം നമ്മൾ ആ വാക്കുകളിൽ നിന്നും വ്യാഖ്യാനിക്കുവാൻ. മാത്രമല്ല കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കും അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് UDFനൊപ്പം വേണമെന്ന ആഗ്രഹവുമുണ്ട്. അതിന്റെ കാരണം അൻവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ അത് കേവലം നിലമ്പൂരിൽ മാത്രം പ്രചരിപ്പിക്കാൻ കഴിയുന്നതല്ല. അൻവറിന്റെ നയങ്ങളും അത്തരത്തിൽ തന്നെ കേരളം ഒന്നാകെ UDFന് ഉപയോഗിക്കാൻ കഴിയുന്ന ആശയങ്ങളാണ്. അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് UDFിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും അൻവറിനെ കളയാൻ കഴിയില്ല എന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം അതിൽ നിർണായകമാകും. അൻവർ ഒറ്റയ്ക്ക് എത്ര വോട്ടുകൾ നേടും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും നിലമ്പൂരിൽ ആര് വാഴും ആരൊക്കെ വീഴും എന്നുള്ള ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് രാഷ്ട്രീയ കേരളം കടന്നു പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി.